السلام عليكم ورحمة الله وبركاته. ഇമാം സിബിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖറജ്തു ദാത യൗമിൻ ഉരീദുൽ ബാദിയ. ഞാനൊരു താഴ്വരയെ ലക്ഷ്യം വെച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫറഅയ്തു ശാബൻ സഗീറ സിന്നി നഹീലൽ ജിസ്മ. അപ്പോൾ പ്രായം കുറവുള്ള ഒരു യുവാവ്, അദ്ദേഹത്തിൻ്റെ ശരീരം മെലിഞ്ഞൊട്ടിയിരിക്കുന്നു. കോറ വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. വസ്ത്രമെല്ലാം പൊടിപടലങ്ങൾ നിറഞ്ഞ് അഴുക്കുപുരണ്ട വസ്ത്രം ധരിച്ച ഒരു യുവാവ്. വഹുവ ജാലിസുൻ ഫിൽ ജബ്ബാന യുമർരിഹു ഖദ്ദൈഹി ബൈനൽ ഖുബൂർ. അദ്ദേഹം ഒരു ശ്മശാന ഭൂമിയിൽ ഇരിക്കുന്നുണ്ട്. ഖബറുകൾക്കിടയിലൂടെ അദ്ദേഹത്തിൻ്റെ കവിൾത്തടം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസി നടക്കുന്ന രംഗം എനിക്ക് കാണാൻ കഴിഞ്ഞു. മാത്രമല്ല, അദ്ദേഹം ഇടയ്ക്കിടെ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അദ്ദേഹം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ണിൽ നിന്ന് ബാഷ്പഗണങ്ങൾ ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദിക്റുകൾ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, തഹ്മീദും തഖ്ദീസുമെല്ലാം കൂടുതൽ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥനാ നിമഗ്നനായി കഴിയുന്ന ഒരു ചെറുപ്പക്കാരനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഒരു ചെറുപ്പക്കാരനെ കാണാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഒരു അനുകമ്പയുണ്ടായി. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാം എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞാനൊരു കാര്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷെ അതെല്ലാം വിട്ടു ഇദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായി. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഖബറിന്റെ ഇടയിൽ മുഖം പരസ്പരം ഇങ്ങനെ ഉരസിക്കൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരനെ കണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് മെല്ലെ ഇങ്ങനെ നടന്നു നീങ്ങിയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എണീറ്റു. ആ വരുന്ന ആൾ എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം അദ്ദേഹം എണീറ്റു. ഞാൻ അദ്ദേഹത്തിലേക്ക് അടുക്കും തോറും അദ്ദേഹം അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ പിന്നിലും സഞ്ചരിച്ചു. പക്ഷെ അദ്ദേഹത്തെ എത്തിക്കാൻ കഴിയുന്നില്ല. ഫഖുൽതു ലഹു, അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, റിഫ്ഖൻ യാ വലിയല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ വലിയെ, നിങ്ങൾ എന്നോടൊന്ന് ദയ കാണിച്ചുകൊണ്ടൊന്ന് നിൽക്കൂ. ഫഖാല, അയാൾ അപ്പോൾ വിളിച്ചു പറഞ്ഞു, അല്ലാഹ് അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ഓടുകയാണ്. ഫഖുൽതു, വീണ്ടും ഞാൻ പറഞ്ഞു, ബിഹഖ്ഖിഹി ഇല്ലാ മാ സബർത, അല്ലാഹുവിനെ വിചാരിച്ച് നിങ്ങളൊന്ന് ക്ഷമിച്ചു നിൽക്കണം. അപ്പോൾ അദ്ദേഹം എന്നോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ലാ അഫ്അലൂ, ഇല്ല, ഞാൻ നിൽക്കൂല എന്ന് പറഞ്ഞിട്ട് അയാൾ ഓടുന്നു, വീണ്ടും ഓടുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഇൻ കാന ഹഖ്ഖൻ മാ തഖൂലു ഫഅരിനി സിദ്ഖക മഅല്ലാഹ്. പടച്ചോനെ, അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിലും ഈ ബാഹ്യരൂപത്തിലുമെല്ലാം വല്ല യാഥാർത്ഥ്യവുമുണ്ടെങ്കിൽ അള്ളാഹുവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ബന്ധം അതെത്ര രൂഢമൂലമാണ് എന്ന് എനിക്കൊന്ന് കാണിച്ചു തരണേ പടച്ചോനെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം നല്ല ഉച്ചത്തിൽ ഒരു ശബ്ദമിട്ടു, യാ അല്ലാഹ്. എന്നിട്ട് ഫവഖഅ ഫിൽ അർളി മഗ്ശിയൻ അലൈഹി, അദ്ദേഹം ബോധരഹിതനായി വീണു. ഞാനങ്ങനെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് അടുത്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്നിട്ട് തട്ടി നോക്കിയപ്പോൾ അദ്ദേഹം അനങ്ങുന്നില്ല, ചലിക്കുന്നില്ല. ഫൈദാ ഹുവ മയ്യിത്തുൻ മിൻ സാഅതിഹി, ആ നിമിഷം തന്നെ അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വിജനമായ ഭൂമി, ഒരാളും സഹായത്തിനില്ല. ഞാൻ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജനാസയുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊട്ടടുത്ത ഒരു വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്.
ഞാൻ പറഞ്ഞു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹു പറയാം, അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ചില അടിമകൾക്ക് അവൻ നൽകുന്ന പ്രത്യേകത പലതരത്തിലാണ്. അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യത്തെ, ഈ മനുഷ്യൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വന്നപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവ് വേർപിരിഞ്ഞു പോയി. ഏതായിരുന്നാലും അദ്ദേഹം ജനാസയുമായി ബന്ധപ്പെട്ട സംസ്കരണത്തിന് വേണ്ടി ഞാൻ അവിടെ കിടത്തിയിട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി. അതിനുവേണ്ട ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിക്കാൻ ആവശ്യമായ സാമഗ്രികളുമായി ഞാൻ തിരിച്ചു വന്നപ്പോൾ വലമ്മാ റജഅതു ഇലൈഹി ഉജിബ അന്നീ, ആ മനുഷ്യനെ കാണാനില്ല. മയ്യത്ത് കുളിപ്പിക്കാനും സംസ്കരണം നടത്താനും ഒക്കെ വേണ്ടി ഞാൻ അടുത്തൊരു വീട്ടിൽ പോയി സാമഗ്രികളൊക്കെ ആയിട്ട് തിരിച്ചു വന്നപ്പോൾ അയാളെ കാണാനില്ല, ജനാസ കാണാനില്ല. ഞാൻ ആ പരിസരങ്ങളിലെല്ലാം അന്വേഷിച്ചു, പക്ഷേ വലം അജിദ് ലഹു അസറൻ വലം സമിഅതു ലഹു ഖബറാ, അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നല്ല, അദ്ദേഹത്തെക്കുറിച്ച് വർത്തമാനം പറയാൻ പോലും ഒരാളെ ഞാൻ കണ്ടില്ല. ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അവിടെ ഇങ്ങനെ പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചു പോയി, റബ്ബേ, ഈ യുവാവ് എവിടെ പോയി? ആരെങ്കിലും എനിക്ക് മുമ്പേ വന്ന് കൊണ്ടുപോയോ? അപ്പോഴാണ് ഒരു അശരീരിയുടെ ശബ്ദം കേൾക്കുന്നു, യാ ശിബ്ലി ഖദ് കുഫീത അംറൽ ഫതാ വമാ തവല്ലാഹു ഇല്ലൽ മലായിക. ശിബ്ലി, നിങ്ങൾ ഈ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ വിഷമിക്കണ്ട. അദ്ദേഹത്തിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്, മലക്കുകൾ അതെല്ലാം നിർവഹിച്ചിരിക്കുകയാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട എന്ന് ഒരു അശരീരിയുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. എന്നിട്ട് എന്നോടൊരു ഉപദേശം ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹു പറയാണ്, അശരീരിയുടെ ഒരു ശബ്ദം ഞാൻ കേട്ടു, ഫഅലൈക അൻത ബിഇബാദത്തി റബ്ബിക, നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് ചെയ്തു ജീവിച്ചോളൂ. വഖ്സിരി സ്വദഖത മിൻ മാലിക, നിങ്ങളുടെ സ്വത്തിൽ നിന്ന് പരമാവധി നിങ്ങൾ സ്വദഖ വർദ്ധിപ്പിച്ചോളൂ. ഫമാ ബലഗൽ ഫതാ മാ ബലഗ ഇല്ലാ ബിസ്വദഖതിഹി യൗമൻ ഫിദ്ദഹ്രി. ഈ മനുഷ്യൻ ഇത്രയും വലിയ ഒരു പദവിയിലെത്താനുള്ള കാരണം എന്താണെന്നറിയുമോ? ദാനധർമ്മമാണ്. ദാനധർമ്മത്തിലൂടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ മനുഷ്യൻ ഒരു ദിവസം ചെയ്ത ദാനധർമ്മമാണ് ഇത്രയും വലിയ ഒരു ഉന്നതമായ സ്ഥാനം അലങ്കരിക്കാനുള്ള കാരണമെന്ന് എന്നോട് ഒരു അശരീരി സംസാരിക്കുന്നു. ഞാനപ്പോൾ ചോദിച്ചു പോയി, സഅൽതുക ബില്ലാഹ് ഇല്ലാ അഖ്ബർതനി ബിസദഖതിഹി യൗമൻ ഫിദ്ദഹ്രി മാ ഹിയാ. ഇത്രയും വലിയ ഒരവസ്ഥയിലേക്ക് ഇദ്ദേഹം എത്താൻ മാത്രം അദ്ദേഹം ചെയ്ത ആ സദഖ അതെന്താണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഫഖാല യാ ശിബ്ലി, അപ്പോൾ അശരീരിയുടെ ശബ്ദം കേൾക്കുന്നു, ഇന്ന ഹാദൽ ഫതാ കാന ഫീ അവ്വലി ഉംരിഹി മുദ്നിബൻ ആസിയൻ ഫാസിഖൻ സാനിയാ. ഇദ്ദേഹത്തിന്റെ ആദ്യകാലത്തിൽ മഹാപാപിയായി, തമ്മാടിയായി, വ്യഭിചാരിയായി, കുറ്റവാളിയായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അല്ലാഹു തആല അദ്ദേഹത്തിന് ഒരു സ്വപ്നം കാണിച്ചു കൊടുത്തു. എന്താണ് സ്വപ്നം? അന്നഹു റആ ഫിൽ മനാമി ഹലീലഹു ഖദ് റജഅ സുഅബാനൻ വദാറ ബിഫീഹി. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പാമ്പായി മാറിയിരിക്കുന്നു. അദ്ദേഹം സ്വപ്നം കാണുകയാണ്. ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹുവിന് ഒരു അശരീരിയുടെ ശബ്ദം കേൾക്കുകയാണ്. ഇദ്ദേഹം സ്വപ്നത്തിൽ തൻ്റെ ഭാര്യ ഒരു പാമ്പായി മാറി. ആ പാമ്പ് അദ്ദേഹത്തിന്റെ വായയിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് പുറത്തേക്ക് വന്നത്, തൻ്റെ വായയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ
അതൊരു തീക്കണലായിരുന്നു. ആ തീക്കണൽ ഇദ്ദേഹത്തെ അങ്ങ് കരിപ്പിച്ചു കളഞ്ഞു. കൽ ഫഹ്മത്തി സൗദാ, അദ്ദേഹം ഒരു കറുത്ത കരിക്കട്ടയായി മാറി. ഇതാണ് സ്വപ്നം കാണുന്നത്. സ്വന്തം ഭാര്യ ഒരു പാമ്പായിട്ട് അദ്ദേഹത്തിന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. പുറത്തേക്ക് വന്നപ്പോൾ അതൊരു തീക്കണലായി ജ്വലിക്കുന്നു. അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരം തീപിടിച്ച് കരിഞ്ഞ് കരിക്കട്ടയായി മാറുന്നു. അദ്ദേഹം പെട്ടെന്ന് നെറ്റി ഉണർന്ന് പേടിച്ചവശനായി. അന്ന് മുതൽ അയാൾ തീരുമാനിച്ചു, പടച്ചവനെ നന്നാകണമെന്ന്. അദ്ദേഹം فقام فزعا مرعوبا وخرج فارا بنفسه مستغلا بعبادة ربه. അന്ന് മുതൽ അദ്ദേഹം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുകയാണ്. وله اليوم منذ رجع إلى طاعة ربه 12 سنة. 12 കൊല്ലമായി ഇപ്പോൾ അല്ലാഹുവിന്റെ വഴിയിൽ ജീവിക്കുന്നു അദ്ദേഹം. وهو على حالة التضرع والخشوع. ഇപ്പോൾ വലിയ ഭക്തിയുള്ള ആളാണ്, വലിയ ആദരവുള്ള ആളാണ്, അല്ലാഹുവിൽ വലിയ താല്പര്യമുള്ള ആളായി മാറിയിരിക്കുന്നു. ഫലമ്മാ കാന അംസി വഖഫ ലഹു സായിലുൻ. ഇന്നലെ തന്നെ ഒരു സംഭവമുണ്ടായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. എന്താണ് ആ സംഭവം എന്നറിയുമോ? സഅല സായിലുൻ, ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് യോജിക്കുന്നു, ഖൂതയൗമിഹി, ഇന്ന് ജീവിക്കാൻ ആവശ്യമായ വല്ലതും തരണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല. പകരം എന്താണ് അദ്ദേഹം ചെയ്തതെന്നറിയുമോ? അദ്ദേഹം അണിഞ്ഞ വസ്ത്രം അങ്ങ് ഊരിയിട്ട് ഈ പാവപ്പെട്ട യാചകന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഈ വസ്ത്രം വിൽപ്പന നടത്തിയിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം. സുബ്ഹാനല്ലാഹ്. കയ്യിലൊന്നും ഇല്ലാത്തപ്പോ താൻ അണിഞ്ഞ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വിറ്റിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നെങ്കിലും അതുകൊണ്ട് നിങ്ങൾ മാന്യമായിട്ട് ജീവിച്ചോളിയിരുന്നു. യാചകന് വളരെ സന്തോഷമായി 2 കൈയും നീട്ടി അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു. പടച്ചവനെ, ഈ മനുഷ്യൻ ചെയ്ത സദഖ കാരണമായി അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതെല്ലാം നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അദ്ദേഹത്തെ നീ നല്ലവനാക്കണേ പടച്ചവനെ, സ്വാലിഹാക്കണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യാചകനായ ആള് ഇദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല അത് സ്വീകരിച്ചു. ബിബറകതി ഫഅജാബ അല്ലാഹു ദുആഅഹു ഫീഹി ബിബറകതി സ്വദഖത്തില്ലതി ഫറഹഹു ബിഹാ. ഈ യാചകനെ സന്തുഷ്ടമാക്കിയ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് ആ യാചകന്റെ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. അതിന്റെ കാരണം കൊണ്ട് ഈ മനുഷ്യൻ നല്ല ഒരു സ്വാലിഹായ മനുഷ്യനായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു, ഇഗ്തനിമൂ ദഅവത സായിൽ ഇൻദ ഫറഹത്തി ഖൽബിഹി ബിസ്സദഖ. പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ദാനധർമ്മം ലഭിക്കുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന ഒരു ദുആയുണ്ട്. ആ ദുആ മൂലം അവസരങ്ങൾ മുതലാക്കുകയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്. ഈ സമയത്ത് മഹാനായ ഇമാം സിബിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം, പാവങ്ങളായ ആളുകൾക്ക് നാം സദഖ ചെയ്യുമ്പോൾ ആ സദഖയുടെ കാരണം കൊണ്ട് അവർ കുറേ ദുആ ചെയ്യും. പാവങ്ങളായ ആളുകൾക്ക് നമ്മൾ സദഖ ചെയ്യുമ്പോൾ, പടച്ചവനെ, ഈ മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ ഉപജീവനം മുടങ്ങിപ്പോകും, അതുകൊണ്ട് അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കണേ എന്ന് അറിഞ്ഞും അറിയാതെയുമൊക്കെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്വതക്കയെ വർദ്ധിപ്പിക്കുക. ഒരാളുടെ ആയുസ് കൂടാൻ സ്വതക്ക വർദ്ധിപ്പിക്കാൻ നബി തങ്ങൾ വസിയത്ത് ചെയ്തു. അതുപോലെ വുളു ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കേറ്റിക്കഴുകുക, കുടുംബബന്ധം ചാർത്തുക, സ്വതക്കയെ വർദ്ധിപ്പിക്കുക. ഇതെല്ലാം ആയുസ് വർദ്ധിക്കാനുള്ള കാരണമാണ്. നമ്മുടെ ഗുണം പറ്റിയിട്ട് മറ്റുള്ളവർ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു തേട്ടമുണ്ട്. അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്, അത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ എനർജിയാണ്,
അത് നമ്മുടെ ആയുസ്സിൻ്റെ വർധനവിന് പ്രചോദനമാകുന്ന കാര്യമാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദഖ ചെയ്യുന്ന മനുഷ്യൻ കാക്കയെപ്പോലെയാണ് അവൻ്റെ ആയുസ്. കാക്ക കണ്ടില്ലേ, നമ്മൾ ചെറുപ്രായത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ആ കാക്ക അതിപ്പോഴും അതുപോലെ തന്നെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ അന്ന് കാണുന്ന അതേ അവസ്ഥയിൽ തന്നെ ഇന്നും ആ കാക്കയുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാമിയങ്ങൾ പറഞ്ഞു, ഫഇന്നഹു യഈശു അൽഫ ആം, ഒരു കാക്ക 1000 കൊല്ലമൊക്കെ ജീവിക്കുന്ന കാക്കയുണ്ട്. കാക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഇക്കാന്ന് വിളിക്കണ കാക്കയല്ല. നമ്മുടെ മലപ്പുറത്ത് ഇക്കാക്ക് പകരം കാക്കാന്ന് വിളിക്കും, ആ കാക്കയല്ല ഈ പറയുന്നത്. അപ്പൊ 1000 കൊല്ലമൊക്കെ ആയുസ്സുള്ള കാക്കയുണ്ട്. അതുപോലെ വിശാലമായ ആയുസ് അല്ലാഹു തആല സദഖ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നു. അപ്പൊ ഈ സദഖയുടെ കാരണം കൊണ്ട് യാചകന്റെ മനസ്സ് അറിഞ്ഞുകൊണ്ടങ്ങ് ദുആ ചെയ്തു. അപ്പോൾ അമ്മാടിയായി, വ്യഭിചാരിയായി, പാപിയായി, അക്രമകാരിയായി ജീവിച്ച ആ മനുഷ്യൻ ഒരൊറ്റ ദിവസം കൊണ്ട് നന്നാവുകയാണ്. അങ്ങനെ 24 മണിക്കൂറും അള്ളാഹുവിലേക്ക് മുറിഞ്ഞു വീണ ഒരു ചെറുപ്പക്കാരനായി മാറി. അദ്ദേഹം ചെയ്ത ഈ മനുഷ്യന്റെ അവസ്ഥ ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹുവിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അൽഹംദുലില്ലാഹ്, നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ദർസിനു വേണ്ടി സഹായം തേടി പല വീടുകളിലൊക്കെ ചെന്നപ്പോൾ ഒരുപാട് ആളുകൾ കാര്യമായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും അതുമായി സഹകരിക്കണമെന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭങ്ങളെല്ലാം വിജയിപ്പിക്കുമാറാവട്ടെ. ദർസിനു വേണ്ടി സഹായം നൽകിയ, സദഖ ചെയ്ത, ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാ നല്ല കരങ്ങൾക്കും അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അവരുടെ റിസ്ഖിൽ നീ വിശാലത ചെയ്യണേ റഹ്മാനെ. അവരുടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ റഹ്മാനെ. സഹായിച്ച് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദഖയുടെ ഈ മഹത്തായ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളുമായി ജീവിതം കൊണ്ട് മുന്നേറാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെ ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത, ഞങ്ങളെ സ്നേഹിച്ച് സഹായിച്ച, ഭക്ഷണം നൽകിയ, വെള്ളം നൽകിയ എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.